ട്രംപിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് അദ്ദേഹം പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അർമാഡയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വരുമെന്ന് പ്രഖ്യാപിച്ച് പിന്നെ എവിടെ എത്തി എന്നുള്ള യാതൊരുവിധ വിവരങ്ങളോ അപ്ഡേറ്റുകളോ ഒന്നും പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല. അതിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഇൻ്റർനാഷണൽ ലെവൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ട്രംപ് പെട്ടു എന്നുള്ളതാണ്. ആ പെടുന്നതിന് കാര്യങ്ങളൊക്കെ ട്രോളി വരുന്ന കുറേ ചിത്രങ്ങളുണ്ട്. മേലോട്ട് നോക്കിയിട്ട് ചന്ദ്രനിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാൻ വരുമോ എന്നുള്ള ഒരു ട്രോളെല്ലാം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ട്രംപിൻ്റെ മുമ്പിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ആ രണ്ട് മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ, അഥവാ ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളൊക്കെ നോക്കിയും കണ്ടും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറയാനുള്ളത്, ട്രംപിനൊന്നുകിൽ അമേരിക്കയുടെ മാനം കാക്കാൻ വേണ്ടി ഓവർ കോൺഫിഡൻറ്റ് വെച്ചിട്ട് രാവും പകലും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വരം മാറ്റിയിട്ട് യുദ്ധം ആരംഭിക്കുക, അഥവാ ഈ ഇറാനുമായിട്ടുള്ള ഇപ്പം യുദ്ധം ചെയ്യും, ഇപ്പം പൊട്ടും എന്ന് പറയുന്ന സ്വരങ്ങളൊക്കെ മാറ്റി ഈ ആത്മാഭിമാനത്തോടെ ഈ അമേരിക്കയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങുക, മുന്നും പയ്യും ആലോചിക്കാതെ. അല്ലേ അബ്രഹാം ലിങ്കനെ തൽക്കാലം അറബിക്കടലിലേക്ക് മാറ്റിയതുപോലെ, ഒമാൻ്റെ ഉൾക്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് മാറ്റിയതുപോലെ, ഇനി ഞങ്ങളൊന്നും വന്നിട്ടില്ല പോയിട്ടില്ല ഞങ്ങളൊന്നും അറിയില്ല എന്ന കണ്ടീഷനിൽ പതിയെ തിരിച്ചിറങ്ങുക. ഇതല്ലാത്ത വഴി ഈ അമേരിക്കയുടെ ട്രംപിന് മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ളത് ട്രോളുന്നത്. കാരണം അവർക്കറിയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ അവർ പറയാത്തത് കണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കാം. കാരണം പ്രധാനപ്പെട്ടൊരു വിഷയം പറയുന്നത് അവിടെ അർമാഡ എന്ന് പറയുന്ന ഒരു സംഘം വലിയൊരു ബൃഹത്തായിട്ടുള്ള കപ്പൽ ചാലക ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തിയ മനോഹരമായിട്ടുള്ള കപ്പൽ വ്യൂഹം ഇതാ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉദ്ഘാടന കർമ്മം വാക്കിലൂടെ നിർവഹിച്ച അതേ കപ്പൽ സംഘം എവിടെ എത്തി എന്നുള്ളതിന് ട്രംപിനോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പം അതങ്ങ് എത്താനായിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരു മറുപടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അതിൽ നിന്നാണ് മാധ്യമ ലോകത്ത് കൂടുതൽ ട്രോളാനുള്ള അവസരമായിട്ട് ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ട്രംപ് പെട്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പെട്ടതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. അറേബ്യൻ കൺട്രികളൊക്കെ മൗനമാണ് എങ്കിൽ പോലും സമ്മതമായി നൽകുന്നുമില്ല എങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും, തിരിച്ചടിച്ചാൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ തകർന്നു പോയാൽ പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ള ധാരണകളൊക്കെ ഒരു പക്ഷേ ട്രംപിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ട്രംപ് അങ്ങനെ കാര്യമായ ഒരു ചിന്താശേഷി ഉള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ. ആ എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന രീതി ആയതുകൊണ്ട് തന്നെ അബ്രഹാം ലിങ്കൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഉത്സവപ്പറമ്പിലേക്ക് കച്ചവടം നടത്താൻ വേണ്ടി ഓടി വന്നതുപോലെ 2025 ജനുവരി മാസം 24 ഒമാൻ ഉൾക്കടലിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടായത്? അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ട്രംപ് എന്നെ കരുതുന്നു ഇനി ഇറാൻ്റെ തൊട്ടടുത്ത് നിന്ന് അല്പമൊന്ന് മാറി നിൽക്കാം, അങ്ങനെ അറബിക്കടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഈ അർമാഡയും അങ്ങോട്ട് പോയോ എന്നുള്ളതാണ് ചോദ്യം ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു അപ്ഡേഷൻ കൊടുക്കുന്നില്ല. ഇവിടെയാണ് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നിങ്ങനെ ആശങ്കപ്പെടുന്ന ലോകത്ത് ഒരു ട്രോളിൻ്റെ ഭാഗം കൂടി കയറി വരുന്നത്. അമേരിക്ക ട്രംപ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ അക്രമം ഇല്ലാതാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും അമേരിക്കയോളം വരില്ല ഇറാൻ എന്നുള്ള വസ്തുതയും അതേപോലെ തന്നെ പഠനങ്ങളൊക്കെ നടത്തി ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യ സമയത്ത് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന് ഭാവിയുണ്ട്, അല്ല അമേരിക്കയുടെ ആക്രമണം കാത്തിരിക്കുകയാണെങ്കിൽ ഇറാൻ ഒരുപക്ഷെ വേർക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇറാൻ ഈ വിഷയത്തെക്കുറിച്ച് അർമാഡയെക്കുറിച്ച് അദ്ദേഹം വെൽക്കം ടു ഹെൽ അഥവാ നരകത്തിലേക്ക് ഞങ്ങൾ ഏത് കപ്പലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്നാണ് അബ്ബാസ് അരാജ്കിയും അതുപോലെ പെഷസ്കിയാനും പറയുന്നത്. ആയത്തുള്ള ഖാംനയുടെ വാക്കുകൾ ഇപ്പോൾ വളരെ അത്ര കുറവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അവസാനമായിട്ട് നമ്മൾ ലോകത്തിന് മുമ്പിൽ കേട്ടത് എല്ലാ ശക്തികളും ഒന്നിച്ചു വന്നാലും ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും, നമ്മുടെ അവസാനത്തെ യുദ്ധമാണ്, ഞങ്ങൾ അഭിമാനം കാക്കാനുള്ള യുദ്ധമാണ്, ഞങ്ങളില്ലേ നിങ്ങളുമില്ല എന്ന് പറയുന്ന ഒരു അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ആയത്തുള്ള ഖാംനയുടെ ആയിട്ട് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ അബ്ബാസ് അരാജ്കിയും പെഷസ്കിയാനൊക്കെയാണ് കാര്യങ്ങൾ വിപുലമായിട്ട് ചർച്ചയ്ക്കെടുക്കുകയും അത് അങ്ങേ അറ്റത്തെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹം ഈ അബ്ബാസ് അരാജ്കിയും പെഷസ്കിയാനും പറയുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ
ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച എല്ലാ പ്രതാപവും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം അവർ വന്നിട്ടുള്ളത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വലിയൊരു വ്യൂഹത്തിനെ കൊണ്ടാണ്. ഒറ്റ കപ്പലായിട്ടല്ലല്ലോ. അതെല്ലാ സംവിധാനങ്ങളും ഇവിടെ മുക്കിക്കളഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ കൺട്രികളൊക്കെ പേടിപ്പിച്ച് നിർത്തിയതും ഈ കപ്പൽ കയ്യിലുള്ളത് കൊണ്ടാണ്. എല്ലാവരും മനസ്സമാധാനത്തോടു കൂടിയെന്നല്ല ഈ നാറ്റോ സഖ്യവും ഈ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. ടാക്സ് കണ്ടമാനം ടാക്സ് കൊടുത്തിട്ടും മിണ്ടാതെ നിൽക്കുന്നത് ഇത്തരം ഒരു കപ്പൽ ഇവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. ഇതെങ്ങാനും മുങ്ങിപ്പോയാൽ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആയുധം ഉപയോഗിക്കുക എന്നുള്ളത്, ആണവായുധം ഉപയോഗിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല. പേൾ ഹാർബർ എന്ന് പറയുന്ന വലിയൊരു കറുത്ത അധ്യായം നമുക്ക് മുമ്പിലുണ്ട്. അതുപോലെ ഒരു പേൾ ഹാർബറായി മാറാൻ ഈ ഒരു കപ്പൽ അഥവാ അബ്രഹാം ലിങ്കൺ മാറിപ്പോകുമോ എന്നുള്ളതാണ് ലോകം ആശങ്കയോടെ കാണുന്നത്. എന്താണെങ്കിലും അവസാന നിമിഷം അമേരിക്ക അത് ഉപയോഗിക്കാൻ മടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. 2 തവണ ഈ കറ അഥവാ അതിൻ്റെ രക്തത്തിൻ്റെ കറകൾ അമേരിക്കയുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരറുപ്പുമില്ലാതെ ആണവായുധം ഉപയോഗിക്കാൻ അമേരിക്ക മുന്നോട്ട് വരും. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പാകപ്പെടുത്തിയെടുക്കാൻ അവരെന്ത് തെമ്മാടിത്തവും കാണിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെയാണ് ഇറാൻ്റെ ഭാവിയെയും മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവിയെയും തുലാസിൽ അളന്നുകൊണ്ട് ചില വിദഗ്ധന്മാരായിട്ടുള്ള ആൾ പറയുന്നത് ലോകക്രമം തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഈ ലോകത്ത് അമേരിക്ക ജയിച്ചാലും മാറും, അമേരിക്ക തോറ്റാലും മാറും. ആ ലെവലിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ഇറാൻ ഈ കപ്പലുകളും അവരുടെ വ്യൂഹങ്ങളെയും ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആസ്തികളെയും നശിപ്പിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതിനെ നാമാവിശേഷമാക്കുക അഥവാ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ജയിക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ ഇറാൻ പുതിയൊരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുകയും ആ ഇറാൻ്റെ ഭാഗമായിട്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ വിശാലമായിട്ടുള്ള ഇന്നത്തെ ഇസ്രായേലിൻ്റെ 40 ഇരട്ടി വിശാലതയുള്ള ഒരു ഭൂമിക ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോവുകയും അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടെ അത് ഗ്രേറ്റർ ഇസ്രായേലായിട്ട് പ്രഖ്യാപിക്കുകയും ഭൂമിയുടെ ഇന്നത്തെ മാപ്പ് മറ്റൊരു മാപ്പായിട്ട് മാറുകയും ചെയ്യും എന്ന വിശാലമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വരുന്ന ഒരുപാട് ആർട്ടിക്കിളുകളുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം തോറ്റാലും അപകടമാണ്, ജയിച്ചാലും അപകടമാണ്. സത്യത്തിൽ ഇന്നത്തെ സ്വസ്ഥത പ്രവാസ ലോകത്തിന് കിട്ടില്ല. അതോടൊപ്പം തന്നെ ആ മേഖലകളിൽ തന്നെ അവസാന നാൾ വരെ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഹൂത്തികളും ഹിസ്ബുള്ളയും അതുപോലെ മേഖലയുള്ള മറ്റ് മിലീഷ്യകളും പ്രോക്സികളൊക്കെ ഇറാന് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഇറാൻ പറയുന്നു വെൽക്കം ടു ഹെൽ, നിങ്ങൾ നരകത്തിലേക്ക് സ്വാഗതം, കൃത്യമായ പണിഷ്മെൻറ്റ് ഞങ്ങൾ തരാം, വന്നോളൂ, നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഇറാൻ സാധിപ്പിക്കുന്നത് എന്നാണ് പല രാജ്യാന്തര വാർത്താ മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. എന്താണെങ്കിലും ഇറാൻ്റെ കയ്യിൽ ഇറാഖിലെ സദ്ദാം ഹുസൈൻ പറഞ്ഞതുപോലെയല്ല എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് തെളിയിച്ചതുകൊണ്ട് അത്ര സദ്ദാമിനെ തള്ളിപ്പറഞ്ഞതുപോലെ ഇറാനിലെ ആയത്തുള്ള ഖാംനിയെ തള്ളിപ്പറയുന്നില്ല എന്നത് വസ്തുതയാണ്. പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങളും നിരൂപണങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൃത്യമായ ഇടപെടലുകൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇടപെട്ടാൽ ആ യുദ്ധം ഒഴിവാകുമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. കാരണം ട്രംപ് അണ്ണം വന്ന് പെട്ടെടുത്തുനിന്ന് ആരെങ്കിലും ഒന്ന് കരകയറ്റി കൊടുത്ത് ആ വഴിക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വിഭാഗമായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. കാത്തിരിക്കാം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.